മധുപാൽ സാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അപ്പം ഇത്തവണത്തെ IFFKയിലെ ഇൻ്റർനാഷണൽ സിനിമ സെലക്ഷനെ പറ്റി സാറോട് നമുക്ക് ചോദിക്കാം. സാർ, എന്താണ് ഇത്തവണ ഇൻ്റർനാഷണൽ മൂവീസിനെ പറ്റിയിട്ടുള്ള പ്രതീക്ഷകൾ? വേൾഡ് സിനിമ എപ്പോഴും ഏറ്റവും ലേറ്റസ്റ്റ് മൂവീസ് വരിക, അത് കാണാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഞാനിതിനകത്ത് ഇപ്പോൾ കണ്ടപ്പോൾ പല സിനിമകളിൽ കണ്ടപ്പോൾ ആഫ്റ്റർ കോവിഡ് എന്ന് പറയുന്നൊരു എലമെൻറ്റ് ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് പല സിനിമകളിലും. കണ്ട സിനിമകളിലും ഇപ്പോൾ സെലക്ട് ചെയ്യപ്പെട്ട സിനിമകളുടെ സാധനങ്ങളിലും മാത്രമല്ല, നമ്മൾ ഈ അറിഞ്ഞ സിനിമകളുണ്ട്, ഇവിടെ വന്ന സിനിമകളുണ്ട്. അപ്പോൾ ഇത്രത്തോളം ഏതെല്ലാം പടങ്ങൾ എടുത്തു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഒരു കാര്യം ഉറപ്പുള്ളതെന്ന് വെച്ചാൽ ലോകത്തിൻ്റെ ഒരു കൾച്ചർ ഓറിയൻറ്റേഷനായിരുന്നു മുമ്പുണ്ടായിരുന്നത്. അപ്പോൾ ഒരു പ്രദേശത്തിന് വേണ്ടി മാത്രത്തിൻ്റെ ഇപ്പോൾ അതല്ലാതെ ഒരു മുഴുവൻ ഒരുപാട് രാജ്യങ്ങൾ ചേർന്ന് നിന്നുകൊണ്ട് സിനിമകൾ ഉണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനത്തിലേക്കായിട്ട് സിനിമ മാറിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനൊരു ലോക സമാനത ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ചലച്ചിത്രങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ കണ്ട കാര്യങ്ങൾ. എന്നെ സംബന്ധിച്ചോളം ഇതിനകത്തുള്ള പാക്കേജുകൾ ഞാൻ വളരെ താല്പര്യത്തിൻ്റെ കോമ്പറ്റീഷനാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഒരു പർട്ടിക്കുലർ ഫെസ്റ്റിവലിൽ വന്ന് നിൽക്കുന്ന സിനിമകൾ, ആ പടങ്ങൾ 9 പടങ്ങൾ കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് അതുണ്ടാക്കിയെടുക്കുന്ന ഒരു ചേഞ്ചുണ്ട്. അപ്പം ഇന്നലെ വരെ ഇതാണ് നടന്നത് എന്ന തരത്തിലേക്കുള്ളൊരു സിനിമ സ്വഭാവങ്ങളുണ്ടല്ലോ, അത് നമുക്ക് ഈ മത്സര വിഭാഗത്തിലേ കാണാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത് മത്സര വിഭാഗത്തിലാവുമ്പോൾ ഗുണമുണ്ടാകുന്നത് വെച്ചാൽ അത്തരം സിനിമകൾ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു തരത്തിൽ നമ്മളെ ഒന്ന് റിജുവിനേറ്റ് ചെയ്യാനും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ടെന്നുള്ളത്. സാർ ഇപ്പോൾ പറഞ്ഞിരുന്നു കോവിഡിന് മുമ്പും ശേഷമുള്ള സിനിമകളിലുള്ള വ്യത്യാസം. സാർക്ക് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് എടുത്തു പറയാൻ തോന്നുന്നത്? മനുഷ്യരിൽ തമ്മിലുള്ള ആറ്റിറ്റ്യൂഡുകളിൽ തന്നെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം മുമ്പുണ്ടായിരുന്നത് കാലത്തിലുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരം പരന്ന സ്വഭാവങ്ങളുണ്ടായിരുന്നു. ഇത് കുറച്ചുകൂടെ ഈ കോമ്പാക്റ്റായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. സിനിമയിലും അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട്, കാരണം സിനിമ എടുക്കുന്ന കണ്ടൻറ്റുകളിൽ ആ വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ട്. ആളുകളുടെ പെർഫോമൻസിൻ്റെ ഏരിയകളിൽ ആ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അവർക്ക് എളുപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്വഭാവങ്ങളുണ്ടായിട്ടുണ്ട്. ഈ നമ്മളൊരു ടെക്നോളജി അതിഭീകരമായിട്ട് വന്നിട്ടുള്ളൊരു പീരീഡ്. കാരണം അടച്ചുപൂട്ടപ്പെട്ടപ്പോൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത ടെക്നോളജിയാണ്. ഈ ടെക്നോളജിയുടെ ഇൻഫ്ലുവൻസ് സിനിമകളുടെ അകത്ത് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് മൊബൈൽ ഫോണായാലും ഇൻ്റർനെറ്റുകളായാലും മറ്റ് പലതരത്തിലുള്ള ഈ സ്വഭാവങ്ങൾ ഇതിനകത്തേക്ക് കൂടുതൽ കടന്നു വന്നിട്ടുണ്ട്. കാരണം മനുഷ്യനോട് സംസാരിക്കുന്നതിനപ്പുറത്തേക്ക് ഫോണിനോട് സംസാരിക്കുന്ന സാധനങ്ങൾ ഞാൻ അതുപോലെ ഏറ്റവും കൂടുതൽ ടെലിഫോൺ കോൺവെർസേഷൻ അതിഭീകരമായിട്ടുള്ള പല സിനിമകളും ഇതിനകത്ത് കാണാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്.